ഷീനയാണ് ആ വാർത്ത പുറത്തുവിട്ടത്. ഇന്ന് രാവിലെ 7 മണിക്ക് ന്യൂസ് മലയാളത്തിലൂടെയാണ് ഈ ഞെട്ടിക്കുന്ന വാർത്തയും ദൃശ്യങ്ങളും എല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. മാർക്കറ്റിംഗ് കമ്പനികൾ തൊഴിൽ വാഗ്ദാനം ചെയ്ത് വലിയ തരത്തിലുള്ള ചൂഷണത്തിനാണ് ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകളെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഷീന ആ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീന, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് ആരും പരാതിയായി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പരാതി നൽകാൻ എല്ലാവർക്കും ഭയമാണ് എന്നുള്ളതാണ് ശരിക്കും ഉള്ള കാര്യം. ഷീനയോട് സംസാരിക്കുമ്പോൾ പോലും അവർ ആ ഒരു ഭയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി തുടർ നടപടികൾ, പരാതി നൽകാൻ അവർ തയ്യാറാകുമോ? ഏത് രീതിയിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകേണ്ടത്? സ്വാതി, അതായത് പരാതി പലതവണ എറണാകുളം ജില്ലയിൽ തന്നെ പലതവണ പല പോലീസ് സ്റ്റേഷനുകളിലായി പരാതി നൽകിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഈ പോലീസുകാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരാതിക്കാരനെ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അതിനുശേഷം വൈകുന്നേരം 5:30-6 മണി വരെ ഈ പരാതിക്കാരനെ അവിടെ നിർത്തിക്കും. അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ നിർത്തിക്കും. മൊഴിയെടുക്കാൻ എന്ന പേരിലാണ് ഈ പരാതിക്കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. പക്ഷേ അവിടെ നടക്കുന്നത് മൊഴിയെടുപ്പൊന്നുമല്ല. അതിനുശേഷം ഒരു പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ അനുഭവമാണ് ഈ പറയുന്നത്. അതിനുശേഷം ഈ പരാതിക്കാരനോട് പറയുന്നത്, ഇനി നീ ജോയ് ജോസഫിനെതിരെ പരാതി കൊടുത്താൽ ഇപ്പം നീ ഒരു പകൽ മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നത്, പക്ഷെ ഇനി അങ്ങോട്ടേക്കുള്ള നിൽപ്പ് ഇതുപോലെ ആവില്ല എന്നുള്ള തരത്തിലുള്ള ഭീഷണിയാണ് ഓരോ പരാതിക്കാരനും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നത്. പലതവണ ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി ഓരോ ആളുകളും, ഓരോ കുട്ടികളും, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഈ അനുഭവമുള്ള ഓരോ കുട്ടികളും പരാതി നൽകാൻ പല ജില്ലകളിലെയും പല സ്റ്റേഷനുകളെയും സമീപിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഇത്തരത്തിൽ തന്നെയാണ്. ഒരു തരത്തിലും ഒരു വ്യത്യാസവും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർക്കുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ലേബർ കമ്മീഷണർ ഓഫീസിലേക്ക് പരാതി ലഭിച്ചില്ല എന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ലേബർ കമ്മീഷണർ ഓഫീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ വേണ്ട നടപടി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ പരാതിയുമായി ലേബർ കമ്മീഷൻ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള വിവരങ്ങളും ഈ കുട്ടികൾ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവുകളും നമ്മൾ കയ്യിൽ ഒപ്പിച്ചിട്ടുള്ളതാണ്. സ്വാതി, ശരി ഷീന, മാർക്കറ്റിംഗ് കമ്പനികൾ തൊഴിൽ വാഗ്ദാനം ചെയ്ത് വലിയ തരത്തിലുള്ള ചൂഷണത്തിനും ക്രൂരമായ പീഡന മുറകൾക്കും യുവാക്കളെ ഇരയാക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് ഹലോ മലയാളത്തിലൂടെയാണ് ന്യൂസ് മലയാളം ഇതിന്റെ വിശദമായ വാർത്തയും റിപ്പോർട്ടുകളും എല്ലാം ഷീനയിലൂടെ പുറത്തുവിട്ടത്. അതിൽ ഇനി ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് പരാതികൾ ലഭിച്ചിട്ടില്ല. ഈ ദൃശ്യങ്ങൾ കണ്ടു തന്നെ അതിൽ പരാതികൾ അല്ലെങ്കിൽ നടപടികൾ എടുത്ത് അതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്.